കേരളത്തിൽ സെൽഫ് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് ഉയരുന്ന താപനില കണക്കിലെടുത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ സെൽഫ് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചു. എന്താണ് സെൽഫ് ലോക്ക്ഡൌൺ? നേരത്തെ നമ്മൾ കോവിഡ് കാലത്ത് ലോക്ക്ഡൌൺ അനുഭവിച്ചവരാണ്. അതായത് സർക്കാർ തലത്തിൽ തന്നെ പ്രഖ്യാപിച്ച ലോക്ക്ഡൌൺ ആണത്. എന്നാൽ സെൽഫ് ലോക്ക്ഡൌൺ എന്ന് പറയുന്നത് വ്യക്തികൾ സ്വയം സ്വീകരിക്കേണ്ട നടപടികളാണ് ചൂടിനെ പ്രതിരോധിക്കാനായി. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് ഒരു മുന്നറിയിപ്പ് കേരളത്തിന് നൽകിയിരിക്കുകയാണ്. കേരളത്തിൽ അസാമാന്യമായ വിധം ചൂട് കൂടുന്നു. 41 ഡിഗ്രി സെൽഷ്യസിന് അപ്പുറത്തേക്ക് ചൂട് കൂടുന്നു. കഴിഞ്ഞ തവണത്തേക്കാളൊക്കെ 4.5% വരെ പല ജില്ലകളിലും ഇത്തരത്തിൽ ചൂട് വർദ്ധിക്കുന്നതായിട്ടാണ് കേന്ദ്രത്തിൻ്റെ നിലപാട്. അത്തരമൊരു നിലപാട് അനുസരിച്ചുകൊണ്ടാണ് കേരളത്തിൽ സെൽഫ് ലോക്ക്ഡൌൺ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. പാലക്കാട്, കൊല്ലം, തൃശൂർ എന്നീ 3 ജില്ലകളിലാണ് ക്രമാതീതമായി ചൂട് ഉയരുന്നത്. ഇന്ന് കണ്ണൂരിൽ പള്ളിപ്പൊയിൽ എന്ന സ്ഥലത്ത് സനൽകുമാർ എന്ന് പറയുന്ന 37 വയസ്സുകാരൻ സൂര്യാഘാതമേറ്റ് മരിച്ചു. കിണർ പണിക്കിടയിലാണ് അദ്ദേഹത്തിന് ഇത്തരമൊരു ദുരന്തമുണ്ടായത്. ഇനി എന്തെല്ലാമാണ് ഈ സെൽഫ് ലോക്ക്ഡൌണിലെ പ്രോട്ടോകോൾ എന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്ന്, പകൽ സമയത്ത് അനാവശ്യമായിട്ടുള്ള യാത്രകൾ ഒഴിവാക്കണം. പ്രത്യേകിച്ചും 11 മണിക്കും 3 മണിക്കും ഇടയിലുള്ള യാത്രകളാണ് ഒഴിവാക്കേണ്ടത്. അത്യാവശ്യമാണെങ്കിൽ മാത്രമേ ആ സമയത്ത് യാത്ര ചെയ്യാൻ പാടുള്ളൂ. ഈ സമയത്ത് പുറം പണിക്കും കർശനമായ നിയന്ത്രണമുണ്ട്. തൊഴിൽ വകുപ്പാണ് അത്തരമൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. രണ്ടാമതായി, ദാഹം ഇല്ലെങ്കിലും ശുദ്ധമായ ജലം ഇടയ്ക്കിടെ കുടിക്കണം എന്നുള്ളതാണ് ഈ പ്രോട്ടോക്കോളിൻ്റെ രണ്ടാമത്തെ കാര്യം. മറ്റൊന്ന്, വീടിനകത്തും ഓഫീസിനുള്ളിലും കൃത്യമായ വായു സഞ്ചാരം ഉറപ്പാക്കണം. അതായത് വായുവിന് അകത്തേക്ക് കടക്കാനും അതേപോലെ തന്നെ പുറത്തേക്ക് പോകാനുമുള്ള തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് തൊഴിലിടങ്ങളിലും വീടുകളിലും ക്രമീകരിക്കേണ്ടത്. മറ്റൊന്ന്, പോഷക സമൃദ്ധമായിട്ടുള്ള ആഹാരം കഴിക്കുക എന്നുള്ളതാണ്. കടും നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാതെ ഇളം നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. പ്രത്യേകിച്ചും വെള്ള വസ്ത്രങ്ങൾ ധരിക്കുക. കാരണം വെള്ള വസ്ത്രങ്ങൾക്ക് ചൂടിനെ പ്രതിരോധിക്കാനുള്ള ശേഷിയുണ്ട്. വെള്ള വസ്ത്രത്തിൽ തന്നെ പോളിസ്റ്റർ ഉപയോഗിക്കാതെ കോട്ടൺ വസ്ത്രങ്ങളാണ് ധരിക്കേണ്ടത്. കുട, ചെരുപ്പ്, സൺഗ്ലാസ് എന്നിവ പരമാവധി ഉപയോഗിക്കുക. പിന്നീട് പ്രായമായവർ, കുട്ടികൾ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, പ്രമേഹ രോഗം ബാധിച്ചവർ, ക്യാൻസർ അസുഖം ബാധിച്ചവർ, ചർമ്മ രോഗങ്ങൾ ഉള്ളവർ, ഇവർക്ക് പ്രത്യേകമായ ജാഗ്രത ആവശ്യമാണ്. കാരണം അവരിൽ ഇത്തരം സൂര്യാഘാതമേൽക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പൊതുപരിപാടികൾ 11 മണി മുതൽ 3 മണി വരെയുള്ള പൊതുപരിപാടികൾക്ക് കർശനമായിട്ടുള്ള നിയന്ത്രണം വന്നിരിക്കുകയാണ്. ഈ സമയത്ത്, അതായത് 11 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത് കലാപരിപാടികൾ, ഉത്സവവുമായി ബന്ധപ്പെട്ട് മറ്റും നടത്തുന്ന കലാപരിപാടികൾ ഒഴിവാക്കണം. കായിക മത്സരങ്ങളും ഈ സമയത്ത് ഒഴിവാക്കേണ്ടതുണ്ട്. വളർത്തു മൃഗങ്ങൾക്ക് കൃത്യമായ കുടിവെള്ളവും തണലും ഉറപ്പാക്കേണ്ടതുണ്ട്. തെരുവു നായകൾക്ക് വെള്ളം കിട്ടിയില്ല എങ്കിൽ അവ അക്രമാസക്തമാകാനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ട് തന്നെ തെരുവു നായകൾക്ക് വെള്ളം കൊടുക്കുക എന്നുള്ളത് ഈ പ്രോട്ടോകോളിൽ പെടുന്നു. ഇനി ട്രാഫിക് പോലീസുകാരുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അവർ കടുത്ത ചൂടത്താണ് നിൽക്കുന്നത്. അവർക്ക് ചില ഇളവുകൾ നൽകിയിട്ടുണ്ട്. അവരുടെ വസ്ത്രങ്ങളിലടക്കം ചില ഇളവുകളാണ് വരുത്തിയിരിക്കുന്നത്. അവർക്ക് അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കാം. തണലിലേക്ക് മാറി നിന്നുകൊണ്ട് വേണം അവരുടെ ജോലികൾ ക്രമീകരിക്കേണ്ടത്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലടക്കമുള്ള സർക്കാരിൻ്റെ ആശുപത്രികളിൽ ഈ പറയുന്ന സൂര്യാഘാതത്തെ നേരിടാൻ തക്ക വിധമുള്ള ക്ലിനിക്കുകൾ ഇപ്പോൾ തന്നെ തുറന്നിട്ടുണ്ട്. ഒപ്പം ആംബുലൻസുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും സൂര്യാഘാതം ബാധിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും അതുപോലെ തന്നെ സർക്കാർ ആശുപത്രികളിലും സമീപിക്കാവുന്നതാണ്. അവിടെ പ്രത്യേക ക്ലിനിക്കുകളുണ്ട്. ഇത്തരത്തിൽ സൂര്യാഘാതം ഏൽക്കുന്നവർക്ക് വേണ്ടുന്ന ശുശ്രൂഷകളും പ്രാഥമികമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ചികിത്സകളും അവിടെ ഉറപ്പാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഉള്ള നിയമങ്ങളാണ് ഈ സെൽഫ് ലോക്ക്ഡൌണുമായി ബന്ധപ്പെട്ട് ഇന്ന് മുഖ്യമന്ത്രി പുറത്തിറക്കിയിരിക്കുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.